ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ കണ്ടോ, പേരൊക്കെ എഴുതി കളിക്കാൻ ഒരു പെട്ടക്കാച്ച് ഗെയിമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ആവുകയാണ്. ഇതിവിടെ ഒരു ഡാർക്ക് അടിച്ച് കാട്ടുന്നുണ്ട്. നല്ല ഇരുട്ടായിട്ടൊരു പവർ. നമ്മുടെ അണ്ണനാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ഫാനിഷായിട്ട് ഇറങ്ങി നടന്ന് കയറി വരുന്നുണ്ട്. വേറെ നല്ല എനർജി, ഈ കൊട്ടാരത്തിനുള്ളിലാണ് എനർജി ഇരിക്കുന്നത്. സംഭവം വേറെ ഒന്നല്ല, അതൊരു ഈവിൾ സ്പിരിറ്റാണ്. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൊല്ലും. പക്ഷെ ഇതിനെ ദൈവമായിട്ട് കാണുന്ന കുറച്ച് പേരുണ്ട്. അവരൊന്ന് ഇവനായിട്ട് ഫൈറ്റ് ചെയ്യും. അതിൽ ചെക്കൊന്നും നശിപ്പിക്കില്ല, വേറെ അത് താനെ പൊട്ടി വന്ന് ഇവരൊക്കെ കൊല്ലും. അപ്പോൾ അതേ നമ്മൾ പൊട്ടിക്കാൻ വന്നപ്പോൾ ഒരുത്തനടിച്ച ഇതാരുടെ ഇയാൾ, ഇതേതൊരു ഗാണ്ടും. പോട്ടെ, ഉമ്മാരെ കൊന്നിട്ടാണെങ്കിൽ അടുക്കും. ഇതേ പൊണ്ടിപാട് കിട്ടി. എന്നാൽ നിന്നെ കൊന്നിട്ടേ അടങ്ങൂടാ, വെട്ടി. അത് ചതിയാ, ഫൗൾ ആൻഡ് ഫൗള്. അത് നടക്കില്ല, ദാറ്റ്സ് എ ഫൗള്, പറ്റത്തില്ല. ശരി, എന്നാൽ ഇവനെ കൊന്നിട്ടായാലും ഞാൻ തീർക്കുള്ളൂ. എന്നാൽ ശരി, അത് ഒരുക്കളഞ്ഞിട്ട് അവൻ അടിക്കുക അത്. എന്നിട്ട് പോയി അവൻ ദേവാള്. അമ്പോ അടിച്ചവൻ പിടിച്ചടിച്ചോ. എന്നെ രക്ഷിക്കാൻ പറ്റൂലടാ നിനക്കാർക്കും. വാള് വെക്കാൻ പറ്റടാ. എന്നാൽ ശരി, കൈ അടിച്ചോ. പറന്നു പോയി. എന്ത് ചെയ്യാൻ നോക്കണേ പിള്ളേർ. ഇതേതാ പുതിയൊരു വനമാല? ശരി, എന്നാ വാ തുടങ്ങിക്കൊടി. എൻ്റെ പൊന്നി, ഇത് എവിടേക്കൊക്കെ പോണത്? അമ്മ എൻ്റെ പുറം ഇങ്ങോട്ട് വാടി. എൻ്റെ രാക്ഷസന്മാര് ശക്തി എന്നിട്ട് 3 എണ്ണത്തിൻ്റെ ഒരുമിച്ച് അടിക്കണം. ഇവള് ആരും ഇങ്ങനെ അടിക്കാൻ നോക്കുന്നത്? ആരുടെ ടീമാ അവള്? ദേഷ്യം വന്ന് പൊട്ടാറായി കൊണ്ടിരിക്കും ഉമ്മാൻ്റെ ഫൈറ്റാണ്. പൊട്ടി. സ്ഥലം ഫുള്ള് ഇടിഞ്ഞു വീണ കൊള്ളാലിത്. ഇതിങ്ങനെ ഇടിഞ്ഞു വീണേ പൊട്ടും. പറഞ്ഞിരുന്നില്ല പൊട്ടിയത്. ഇതൊരു സംഭവം. ഇതിപ്പോൾ ചില്ലുകൾ വെട്ടാൻ വരുന്നു രാക്ഷസനായ ഞാൻ. രക്ഷപ്പെടുത്തലുള്ള നിന്നൊന്നും ഇപ്പം കിട്ടും. ഇതിൻ്റെ ആ പെണ്ണിൻ്റെ അടുത്തേക്കുള്ള പോണത് വാളിൻ്റെ അടുത്തേക്കാ. വാളൊക്കെ ചുറ്റി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, വേണമെങ്കിൽ എന്തെങ്കിലും അവിടെ ഇപ്പോൾ പവർ കിട്ടിയാലോ. നമ്മൾ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പം നമ്മുടെ കഥ ഇവിടെ ഇത്രേ ഉള്ളൂ. ഫൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു. ഇനി നമ്മുടെ ചെറിയ പേരും സംഭവങ്ങളിപ്പോൾ കാണിക്കുന്ന സ്ഥലമാണിത്. കേട്ടാ, പാർട്ട് 3 ഇതിൻ്റെ ലോഡിങ്ങാണ് കാട്ടുന്നത്. ഇതിപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിന് ആപ്റ്റായ ആളാണെന്നുള്ള ട്രെയിനിങ്. ഫൈറ്റ് ചെയ്തവൻ്റെ കുഞ്ഞാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇതൊരു റൂളറാണ് കേട്ടോ നമ്മുടെ. ഇപ്പോൾ പടച്ചെടുക്കുന്നത് ഞാൻ. പടച്ചിട്ട് നമ്മുടെ എതിർ ടീം. ഞാൻ വാളും വീശി നല്ല സ്റ്റൈലായിട്ട് കണ്ടു. ഒന്നാ പോയി കൊടുക്കാൻ. കിട്ടി. ചവിട്ടാറിന് ഓടിയും ഇനി എൻ്റെ ഊരം. പിള്ളേരുടെ അടുത്ത് കളിക്കാൻ വാളൊന്നും വേണ്ട എനിക്ക്. എന്നാൽ കാണാം എൻ്റെ പവർ കണ്ടോ. ചെറു പിള്ളേർ അമ്മ അടിയിട്ട് വീണ്ടും അടിച്ചു. ഞാൻ നിന്നെ കൊല്ലൂടാ. വീണ്ടും അടിച്ചാ അമ്മക്ക് വാള. വെട്ടി. ദാറ്റ് ഈസ് മൈ പവർ. എൻ്റെ കിട്ടി വയറേ. എൻ്റെ വയറമ്മ ചവിട്ടണടാ. അമ്പോ കിട്ടി. എന്നെ കൊല്ലാണ്ട് വിടില്ല. വെട്ടവനെ തന്നെ. എൻ്റെ റെഡ് എനർജി ഞാനിപ്പോൾ പുറത്തേക്ക് വിടും. ഇന്നവൻ്റെ കയ്യിൽ ഞാൻ തീർക്കും. നോക്കിക്കോ. ചാടി പോയി മുട്ടാൻ പറഞ്ഞ ഇത്ര ഉള്ളു നിൻ്റെ കാര്യം. കഴിഞ്ഞില്ലേ? എന്നിട്ട് എങ്ങനെ വിട്ടു. അവൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. എന്ത് ചെയ്യാൻ നോക്കണേ. പിള്ളേരായിട്ട് ഫൈറ്റ് ചെയ്യും. നല്ല ഇഷ്ടമാണ്. എന്നിട്ട് നമ്മുടെ ലെവൽ കാണിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് കാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വാളും പടച്ചടിയും കിട്ടി, അത് കാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ്റെ മോഡിഫിക്കേഷൻ കാട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചെക്കൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂളർ കാട്ടുന്നുണ്ട്. പടച്ചട്ടം നമ്മൾ ഞെക്കാൻ പോണിപ്പം. നമ്മൾ ഞെക്കി അവിടെ. ഞങ്ങളല്ല ടച്ച് ഇറക്കാനുള്ളതുണ്ട്. ഞെക്ക്. നമുക്ക് കണ്ട് പടച്ചിട്ടിട്ടു. കത്തി എടുത്തു. കത്തി വെക്കാൻ പറ്റുള്ള ആൾക്ക്. വീണ്ടും റൂളർ എന്തോ പറയുന്നുണ്ട്. ഫൈറ്റ് വീണ്ടും തുടങ്ങി. നമ്മൾ വീണ്ടും ആ തോറ്റവന്മാരായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അവിടെ ഇനി പറയണ്ട, അല്ലെങ്കിൽ അറിയാല. നമ്മൾ മുളക്കാട്ടിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആരംഭിക്കില്ലമ്മ. ശരിയാന്നാ തുടങ്ങിക്കോ. വെട്ടി കീറും. ഫിപ്പിളടി വാങ്ങണ്ടല്ലേ. ഇവനാളെ കുറച്ച് പവർഫുള്ളാണ്. എനിക്ക് കിട്ടി. എനിക്ക് 3 അടി വാങ്ങിയിട്ട് തിരിച്ചടിക്കാനുള്ള അനുവാദം ഉണ്ടായുള്ളൂ. അതുകൊണ്ട് അടിക്കേണ്ടിരുന്നത്. ഇനി അടിച്ചാൽ
ഈ കോരി എടുത്തിട്ടടി അമ്മ കിട്ടി. പാട്ടാകെ പോലും ഇവനെങ്ങനെ എങ്ങനെയുണ്ട് ഇത്ര ഉള്ള കാര്യം. കുത്താൻ വേണ എനിക്കല്ല കുത്താൻ അവൻ്റെ ഇത്ര ഉള്ള കാര്യം. ഞാൻ ബാക്കും നിൻ്റെ അടുത്ത് അടി അങ്ങനെ കൊണ്ടുപോയ്യ കുത്താൻ വേണ അത്ര ഉള്ള കാര്യം. എന്നിട്ട് ഇങ്ങനെ പള്ളയടി പിടിക്കും. പാർട്ട് ഫൈനൽ ബാറ്റിൽ തോട്ടക്കത്തി തന്നെ മൂഞ്ചിലുള്ള എന്താ ഒരു അടി നോക്കണം വേണ്ടി നിന്നിട്ട്. ഇത് കേരള കളി, വേറെ ആൾ ഫൈറ്റ് ചെയ്യുന്നത്. 3 അടി കഴിഞ്ഞു, ഇനി ഞാൻ തിരിച്ചടിക്കുന്നുണ്ട്. അത്ര ഉള്ളു കാര്യം. മാജിക് പവർ കിട്ടട്ടാ, എന്നിട്ട് ഞാൻ നിന്നെ കൊന്നല്ലോടാ. ഇപ്പം തന്നെ കൊന്നളയും. ചാവുന്നോണ്ടി അടി ഞാൻ തല നോക്കി ചവിട്ട്. പഞ്ചേനെ പറയണ വേണ്ടി തരും. അത് തന്നെ വെട്ടി അത്ര ഉള്ളു. കത്തി വെച്ചൊരടി വാള് വെച്ച് അത്ര ഉള്ളു. പാടം കിണ്ടി അവനെ അടിച്ചു പിടിച്ച എന്ത് ചെയ്യാൻ നോക്കണം. തോറ്റില്ലേ. പിള്ളേരായിട്ട് കളിക്കുന്നതെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ചീറ്റേഴ്സ് ലോഡിങ് കഴിഞ്ഞു. നമ്മുടെ ഗ്യാരേജിൽ പോയി നമ്മൾ ലെവലപ്പായിട്ടാ അതിൻ്റെ കാണുന്നത്. ഇപ്പം നമുക്ക് പൈസ കുറേ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ ഗ്യാരേജിൽ പോയി നമ്മുടെ അണ്ണൻ്റെ കുറച്ച് ഇതൊക്കെയാണ് എന്നിട്ട് എന്തോ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ പോയി എടുത്തിട്ട് വരാം. എന്തോ മൂന്നാമത്തെ അത് ഞാൻ അണ്ണൻ 3 എടുക്കാൻ പറയുന്നുണ്ട്. എടുത്തു. കരിപൂര വെട്ടാനേ പറയണേ. ശരി വെട്ടിയേക്ക. ഇത്ര ഉള്ള കാര്യം. ഫസ്റ്റ് കാർഡ് ഓപ്പൺ ചെയ്തു. സെക്കൻഡ്, തേർഡ് വാള്, ഫോർത്തും വാള്. അപ്പോൾ ഏതായാലും എല്ലാം കിട്ടി. നമ്മളിട്ട് ഹെൽമെറ്റൊക്കെയാണ് പറയണേ. ഹെൽമെറ്റ് വെച്ചു ഫൈറ്റിക്ക് പോവാം. ഇനി നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡൊന്ന് നമ്മളെ പറഞ്ഞേക്കില്ല മിഷൻസിനായിട്ട്. നമുക്കൊരു പവറും തന്നിട്ടുണ്ട്. നമുക്ക് ഫൈറ്റ് പോവാൻ നമുക്ക് മനസ്സിലാവും നമ്മുടെ പവർ എന്നിട്ടാണ്. നമ്മൾ പവറില്ലാണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് റോഡ് നമുക്ക് പവർ തന്നെ. നമ്മൾ 3 പേരൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ലോഡിങ് കഴിഞ്ഞു. നമ്മ ഇതാ ഫൈറ്റിലേക്ക് പോകും. അമ്പോ ഇതാവണുള്ള ഇവളായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ വിടും. ഇവളെ ഞാൻ തന്നെ കൊല്ലും. ഇപ്പം കൊന്നടിച്ചിട്ട് അമ്മേ കിട്ടി ഡിയാവുന്നയ്യ തല ഭാഗ്യ ഹെൽമെറ്റ് കിട്ടും. അല്ലെങ്കിൽ എപ്പോഴേ ചത്താണ് ഞാൻ. ഏടാ എൻ്റെ പവർ ഒന്നും വർക്കാം. എൻ്റെ അടുത്ത കളി ഇതാടാ എൻ്റെ പവർ. മൈറ്റാർക്ക് എനർജി പൊക്കി കാണിക്കണ്ടില്ല. ഞാൻ നേരെ പോണം പൊക്ക്. അതന്നെ കഴുത്തി പിടിച്ചെടുത്ത് കിടിക്കും. ഇതാണ് എൻ്റെ പവർ. നിനക്ക് പവറില്ല, എന്ത് ചെയ്യാൻ നോക്കണേ. നാണക്കേട് പവറില്ലാത്തവൾ. അമ്മേ പവർ കിട്ടി അമ്പോ നീ ചാവടി. ഇത്രേ ഉള്ളൂ. പവർ ഉണ്ടായിട്ടും കാര്യമില്ല. എൻ്റെ മുമ്പിൽ പിടിച്ചിക്കാൻ പറ്റിയ എന്ത് ചെയ്യാൻ നോക്കണേ. കണ്ട് ചോദിച്ചു. അയ്യോ അതേ വീണ്ടും അവൾ തന്നെ. എൻ്റെ പൊന്നെ എന്നെ കൊല്ലാനായിട്ട് മാത്രം തന്നെയാണ് ഇവൾ അയച്ചിരുന്നു ഇങ്ങോട്ട്. പക്ഷെ എൻ്റെ പൊന്നെ കുഴപ്പമില്ല. അവനെ അടിച്ചു കണ്ട പിള്ളേർ അടിച്ചു വീണ്ടും അടിച്ചു. ഇതെന്ത് കഷ്ടാ. അടിച്ചു. ഞാൻ തന്നെ അടിക്കണേ, വെറുതെ കഷ്ടം പറഞ്ഞു. അടിച്ചോ കിട്ടി. എന്നെ ഡാർക്ക് എനർജിയുടെ പവർ കാണിച്ചിട്ടടി. മൈ പഞ്ച്. യെസ് ഇത്ര ഉള്ളു ഗൈസ് വീഡിയോ. അവളുടെ കാര്യം കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ പവർഫുൾ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടി ഉണ്ടാവണം ഗൈസ്. പിന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇതുപോലത്തെ വീണ്ടും ഉള്ള വീഡിയോസായിട്ട് പിന്നെ കാണാവുന്നവരെ ടാറ്റാ ബൈ ബൈ. സീ യു ടുമോറോ.